ഹായ് ഫ്രണ്ട്സ്, RRB ജൂനിയർ എഞ്ചിനീയർ ഓൺലൈൻ രജിസ്ട്രേഷൻ ഈ ജാനുവരി 2 മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ജാനുവരി 31 ഓൺലൈൻ രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ പേർക്ക് മിസ്റ്റേക്ക് വരുന്നതും ഡൗട്ട് വരുന്നതുമായ ഒരു കാര്യമാണ് രജിസ്ട്രേഷൻ സമയത്ത് ഏത് RRB സെലക്ട് ചെയ്യണമെന്നുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു RRB മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഒരു തവണ സെലക്ട് ചെയ്ത RRB പിന്നീട് നിങ്ങൾക്ക് ഒരു രീതിയിലും മാറ്റാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് വേണം RRB സെലക്ട് ചെയ്യാൻ. അതായത് നിങ്ങൾ ഓരോ RRBയിലെയും നമ്പർ ഓഫ് വേക്കൻസികളും പോസ്റ്റ് ഡീറ്റെയിൽസും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. RRB വൈസ് ഡീറ്റെയിൽഡ് വേക്കൻസി അനാലിസിസ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഏതൊരു RRB വെബ്സൈറ്റ് വഴിയും അപ്ലിക്കേഷൻ ലിങ്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് RRB ചെന്നൈ വഴി ആയാലും RRB ബാംഗ്ലൂർ വഴി നിങ്ങൾ അപ്ലൈ ചെയ്താലും രണ്ടും ഒരേ പോർട്ടലിലോട്ടാണ് എത്തുന്നത്. അവിടെ നിങ്ങൾ RRB സെലക്ട് ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ചെന്നൈയുടെ വെബ്സൈറ്റ് ആണിത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഏതൊരു വെബ്സൈറ്റിൽ കയറിയാലും നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലിക്കേഷൻ ലിങ്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ഹിയർ ഫോർ ഓൺലൈൻ അപ്ലിക്കേഷൻ, ക്ലിക്ക് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വരുന്ന സ്ക്രീൻ. നിങ്ങൾ ഏതൊരു അപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനാണ് നിങ്ങൾക്ക് വരുന്നത്. ഈ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ RRB സെലക്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ ഈ കൊടുത്തിട്ടുള്ള RRBകളിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ടേ പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അത് പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കുകയില്ല. ഉദാഹരണത്തിന് ഞാൻ ചെന്നൈ RRB സെലക്ട് ചെയ്താൽ, യു ഹാവ് സെലക്ടഡ് RRB ചെന്നൈ ആസ് യുവർ RRB. യു വിൽ നോട്ട് ബി അലൗഡ് ടു മോഡിഫൈ RRB ആഫ്റ്റർ രജിസ്ട്രേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞത് സംഭവം തന്നെ. നിങ്ങൾ കൺഫേം കൊടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ കൊടുക്കാം. നമുക്ക് സ്വന്തമായിട്ട് തന്നെ RRB വൈസ് വേക്കൻസി നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. അതിന് റെയിൽവേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു സൗകര്യമാണ് വേക്കൻസി ടേബിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വേക്കൻസി ടേബിൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അനാലിസിസ് നടത്താം, വേക്കൻസി അനാലിസിസ് നടത്താം. ഒരു ഉദാഹരണം വെച്ച് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 2 ടാബാണ് നിങ്ങൾ ഇതിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് പോസ്റ്റ് പാരാമീറ്റേഴ്സ്, വേറൊന്ന് RRB വൈസ് ഡീറ്റെയിൽഡ് വേക്കൻസി. ഇതിൽ പോസ്റ്റ് പാരാമീറ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഓരോ പോസ്റ്റും ആ പോസ്റ്റ് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് വരുന്നത്, അതിന്റെ സബ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. നിങ്ങളെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ആ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളാണ്. അതുപോലെ ക്വാളിഫിക്കേഷൻ, ഓരോ പോസ്റ്റിനുള്ള ക്വാളിഫിക്കേഷൻ, ഈ കാര്യങ്ങളാണ് പോസ്റ്റ് പാരാമീറ്റേഴ്സിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ടോട്ടൽ വരുന്ന RRB വിളിച്ചിട്ടുള്ള എല്ലാ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റുകളും ജൂനിയർ എഞ്ചിനീയർ അല്ലാത്ത, അതായത് ചീഫ് ഡിപ്പോ സൂപ്രണ്ടന്റ് പോലുള്ള പോസ്റ്റുകളിലോട്ടും ആ പോസ്റ്റുകളെ കുറിച്ചുള്ളൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെ ഓരോ RRBയിലും വേക്കൻസികൾ എങ്ങനെ അനലൈസ് ചെയ്യാമെന്നുള്ളത്. അതിനാണ് നമ്മൾ RRB വൈസ് ഡീറ്റെയിൽഡ് വേക്കൻസി എന്നുള്ള ടാബ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഓരോ RRBകൾ തന്നിട്ടുണ്ട്. RRBകൾക്ക് അഗൈൻസ്റ്റ് ആയിട്ട് അവിടെയുള്ള പോസ്റ്റുകൾ, ഓരോ പോസ്റ്റിനും അഗൈൻസ്റ്റ് ആയിട്ട് നമ്പർ ഓഫ് വേക്കൻസീസ്, അതും റിസർവേഷൻ ബേസ്ഡിൽ തന്നെ വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. ഓരോ പോസ്റ്റിന്റെയും ടോട്ടൽ വേക്കൻസീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യാം, നമുക്കൊരു അനാലിസിസിന് ഈ ഒരു സൗകര്യം എങ്ങനെ യൂസ് ചെയ്യാം? നമ്മൾ യൂസ് ചെയ്യുന്നത് സെർച്ച് ഓപ്ഷൻ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അതുപോലെ നിങ്ങൾക്ക് ഏത് RRBയിലെ വേക്കൻസി ആണോ അറിയേണ്ടത് RRB, അതുപോലെ നിങ്ങളുടെ ട്രേഡ്, മെക്കാനിക്കൽ ആണോ, സിവിൽ ആണോ, EC ആണോ, ഇലക്ട്രിക്കൽ ആണോ എന്നുള്ളത് ഇത് കൊടുത്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസിപ്ലിൻ അനുസരിച്ചുള്ള ഓരോ RRBയിലും വേക്കൻസികൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഒരു ഉദാഹരണത്തിന് ഞാനിവിടെ ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നു, BTech, ബാച്ചുലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്. അതല്ലേ നിങ്ങൾ ഡിപ്ലോമ എങ്കിൽ ഡിപ്ലോമ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അത് നിങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. എനിക്ക് ആദ്യം അറിയേണ്ടത് തിരുവനന്തപുരം RRBയിലെ വേക്കൻസിയാണ്. ട്രേഡ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എക്സെട്ര. സോ ഞാനിവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൊടുക്കുന്നു. അതായത് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർക്ക് തിരുവനന്തപുരം RRBയിലുള്ള വേക്കൻസിയെ കുറിച്ച് അറിയാനാണ് ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തത്. സെർച്ച്.
തിരുവനന്തപുരം RRBയിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർക്ക് വരുന്ന വേക്കൻസികളാണ് ഈ കാണിച്ചിട്ടുള്ളത്. ടോട്ടൽ 5 പോസ്റ്റുകളിലായിട്ട് 19 വേക്കൻസികളിലോട്ട് നിങ്ങൾക്ക് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർക്ക് തിരുവനന്തപുരം RRBയിൽ അപ്ലൈ ചെയ്യാം. ഓരോ റിസർവേഷൻ കാറ്റഗറി, ജനറൽ കാറ്റഗറിയിലുള്ള വേക്കൻസികളും അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ബിടെക് തന്നെ കൊടുക്കുന്നു. RRB ചെന്നൈ കൊടുക്കുന്നു. ചെന്നൈ RRBയിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർക്ക് അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസികൾ സെർച്ച്. നിങ്ങൾക്ക് ഈ ഒരു ടാബിള് നോക്കിയാൽ മനസ്സിലാകും. മൊത്തത്തിൽ 16 സീറ്റുകളിലായിട്ട് പോസ്റ്റുകളിലോട്ടായിട്ട് 613 വേക്കൻസികളാണ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർക്ക് ചെന്നൈ RRBയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ജനറൽ കാൻഡിഡേറ്റ്സിന് 332, SC/ST കാൻഡിഡേറ്റ്സിന് അതുപോലെ OBC കാൻഡിഡേറ്റ്സിനുള്ള നമ്മളെ റിസർവേഷൻ കാറ്റഗറി ബേസ് ചെയ്തിട്ട് നമുക്ക് വേക്കൻസി അനാലിസിസ് ലഭ്യമാണ്. നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റുകൾ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളവിടെ പോസ്റ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടാബ്. നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് പാരാമീറ്റേഴ്സ് എടുത്ത് ആ പോസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ബാംഗ്ലൂർ RRB, സെക്കന്ദരാബാദ് RRB, കൊൽക്കത്ത RRB, ഗുവാഹത്തി RRB എക്സെട്ര എല്ലാ RRBകളിലും ഓരോ ബ്രാഞ്ചിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വേക്കൻസികൾ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു സൗകര്യം യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ അനലൈസ് നടത്താം. ഓക്കെ, ഇനി നമുക്കറിയാം മലയാളികൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ളതും സൗകര്യപ്രദമായിട്ടുള്ളത് ഒരു 4 RRBകളാണ് വരുന്നത്. തിരുവനന്തപുരം, ബാംഗ്ലൂർ, ചെന്നൈ, അതുപോലെ സെക്കന്ദരാബാദ് RRB. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 RRBകളിൽ എങ്ങനെയൊക്കെയാണ് വേക്കൻസി വരുന്നത് നമുക്ക് ബ്രാഞ്ച് വൈസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം സിവിൽ എഞ്ചിനീയേഴ്സിന് ബാംഗ്ലൂർ, ചെന്നൈ, തിരുവനന്തപുരം, സെക്കന്ദരാബാദ് ഈ 3 RRBകളിൽ എങ്ങനെയൊക്കെയാണ് വേക്കൻസികൾ വരുന്നതെന്നാണ് നമുക്ക് നോക്കാം. ഒരു സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ 8 പോസ്റ്റുകളിലോട്ട്, ഞാനിവിടെ ഈ കാണിച്ചിട്ടുള്ളത് കാറ്റഗറി നമ്പറാണ്, ഓരോ പോസ്റ്റിന്റെയും കാറ്റഗറി നമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ 8 പോസ്റ്റുകളിലോട്ട് ഈ 4 RRBകളിലുമായിട്ട് സിവിൽ എഞ്ചിനീയേഴ്സിന് അപ്ലൈ ചെയ്യാം. അതിൽ വരുന്ന വേക്കൻസികൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വരുന്നത് ചെന്നൈയിലാണ്. സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ 403 വേക്കൻസിയാണ് ഒരു സിവിൽ എഞ്ചിനീയർക്ക് ചെന്നൈ RRBയിൽ വരുന്നത്. ബാംഗ്ലൂർ ആണെങ്കിൽ 211, ട്രിവാൻഡ്രം 80, അതുപോലെ സെക്കന്ദരാബാദ് RRBയിൽ 86. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടാബിള് നോക്കുന്നത് വഴി നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ വരുന്നത് ചെന്നൈ ആണ്. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ, തിരുവനന്തപുരം, സെക്കന്ദരാബാദും പൊതുവെ സിവിൽ എഞ്ചിനീയേഴ്സിന് കുറഞ്ഞൊരു വേക്കൻസിയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് വേക്കൻസി നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ള പോസ്റ്റുകൾ ഏതാണോ അത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഓരോ പോസ്റ്റുകൾക്കും അതിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള വേക്കൻസിക്ക്, അതിന് റിസർവേഷൻ അഗൈൻസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് പോസ്റ്റുകൾ ഇവിടെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു സിവിൽ എഞ്ചിനീയർക്ക് ഈ ഒരു 4 RRB വെച്ച് അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു ടാബിള് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ബ്രാഞ്ചുകളിലുള്ളവർക്ക് ഈ 4 RRBകളിലും ഏതൊക്കെ RRBയിലാണ് കൂടുതൽ വേക്കൻസികൾ വരുന്നത്, അതുപോലെ ഏതൊക്കെ RRBയിലാണ് കുറഞ്ഞത് വരുന്നത് നമുക്ക് നോക്കാം. ടോട്ടൽ ഈ 4 RRBകളിലും കൂടെ കൂടിയിട്ട് 22 പോസ്റ്റുകളിൽ സ്റ്റുഡന്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സ്റ്റുഡൻസിന് ടോട്ടൽ 22 പോസ്റ്റുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറ്റഗറി നമ്പേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങളെ കറസ്പോണ്ടിങ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് ഈസിക്കോ ഇലക്ട്രിക്കലിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് വേണ്ട. നിങ്ങളെ ക്വാളിഫിക്കേഷൻ കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ പോസ്റ്റിനും നിങ്ങൾക്ക് ചെയ്യാം. അവിടെ ഡിപ്പാർട്ട്മെന്റ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമ്മൾ ടോട്ടൽ ഒഴിവുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ സിവിലിന് പറഞ്ഞ അതേ കേസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിനും EC സ്റ്റുഡൻസിനും ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെന്നൈ RRBയിലാണ്. ചെന്നൈ RRBയിൽ ടോട്ടൽ 718 ഒഴിവുകളാണ് വരുന്നത്. അതുപോലെ ബാംഗ്ലൂർ RRBയിൽ 470, ട്രിവാൻഡ്രം 57, സെക്കന്ദരാബാദ് 416. ചെന്നൈയിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഓൾമോസ്റ്റ് ബാംഗ്ലൂരിനേക്കാളും ഡബിളോളം, ഏകദേശം ഇരട്ടിയോളം ചെന്നൈയിൽ വരുന്നുണ്ട്. ബാംഗ്ലൂർ ആൻഡ് സെക്കന്ദരാബാദ് ഓൾമോസ്റ്റ് സെയിം വേക്കൻസികളാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരത്ത് പൊതുവെ കുറഞ്ഞ വേക്കൻസിയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വരുന്ന ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് പോസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്.
നമ്പർ ഓഫ് പോസ്റ്റുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് പോസ്റ്റാണോ കൂടുതൽ വേക്കൻസി വരുന്നത്, ചില പോസ്റ്റുകൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ ട്രാക്ക് മെഷീൻ എല്ലാ സോണിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേക്കൻസി വരുന്നുണ്ട്. 111 ചെന്നൈയിലെ ജനറലിന്, ബാംഗ്ലൂർ 42 എക്സെട്ര അത്രത്തോളം വേക്കൻസികൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വേക്കൻസികൾ ചെക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്ന പോസ്റ്റുകൾ നോക്കിയിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് RRB സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് മെക്കാനിക്കലിന്റെ ഒരു അനാലിസിസ് നോക്കാം. ഇലക്ട്രിക്കൽ സിവിലും പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് മെക്കാനിക്കലും വരുന്നത്. ഏറ്റവും കൂടുതൽ വേക്കൻസി മെക്കാനിക്കലിന് വരുന്നത് ചെന്നൈ RRBയിലാണ്. ചെന്നൈ RRBയിൽ ടോട്ടൽ 391 വേക്കൻസി മെക്കാനിക്കലിന് വരുന്നുണ്ട്. ബാംഗ്ലൂർ 221, തിരുവനന്തപുരം 19, സെക്കന്ദരാബാദ് 313. ഇവിടെ നേരത്തെ പറഞ്ഞ തന്നെ ഏറ്റവും കൂടുതൽ ചെന്നൈയിലാണ് വരുന്നത്. ഓരോന്നും കാറ്റഗറി വൈസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ടോട്ടൽ വേക്കൻസി. പിന്നീട് വരുന്നത് സെക്കന്ദരാബാദ്, അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ, ഏറ്റവും കുറവ് വരുന്നത് തിരുവനന്തപുരം. ഇവിടെ തന്നെ നമ്പർ ഓഫ് പോസ്റ്റുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത് തീരുമാനിക്കാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് ഇതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ RRBയിലും അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഞാനിപ്പോൾ ഇവിടെ 4 RRBകളുടേത് 4 ബ്രാഞ്ചിൻ്റെതാണ് കാണിച്ചിട്ടുള്ളത്. ഏകദേശം അത് അനലൈസ് ചെയ്തിട്ട് ഈ 4 RRBയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് ഈ ടേബിൾസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല ഇതിലും കൂടുതൽ വേക്കൻസി വരുന്ന RRBകൾ ഉണ്ടാകാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ വേക്കൻസി ടാബ് എന്നുള്ള സൗകര്യം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി RRB വൈസ് ആയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസിനും കൂടുതൽ വീഡിയോ ലെക്ചേഴ്സിനും നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. RRB ഗ്രൂപ്പ് സ്റ്റഡി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. താങ്ക് യു.